നമസ്കാരം. ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴയ്ക്ക് നേരിയ ശമനം. കനത്ത മഴയിൽ 2 ദിവസത്തിനിടെ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കോടികളുടെ നാശനഷ്ടം. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലഭിച്ചത് 173.18 മില്ലിമീറ്റർ മഴ. ജില്ലയിൽ 39 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2230 പേർ. തൃശൂർ ജില്ലയിൽ 6 താലൂക്കുകളിൽ തുറന്ന 96 ക്യാമ്പുകളിലേക്ക് 3980 പേരെ മാറ്റി. വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരിൽ പട്ടാമ്പി സ്വദേശികളും. ദുരിതപ്പേത്തിൽ കൈവരികൾ തകർന്ന പട്ടാമ്പി പാലം ഉടൻ തുറക്കില്ല. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മങ്കരയിൽ UDF, മുള്ളൂർക്കരയിൽ LDF. മങ്കര കൂരാത്തുവാർഡിൽ UDF സ്ഥാനാർത്ഥി അനിശ്രീയുടെ വിജയം 127 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. മുള്ളൂർക്കര 11-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി KB ജയദാസ് വിജയിച്ചത് 217 വോട്ടിന്റെ ഭൂരിപക്ഷം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിക്ക് 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത് പുന്നയൂർക്കുളം പരൂർ സ്വദേശി 52 വയസ്സുള്ള ജമാലുദ്ദീന്. പ്രതി മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് ഉത്തരവിൽ പ്രത്യേക പരാമർശം. തൃശൂർ കൂർക്കഞ്ചേരിയിൽ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്ക്. ഇടഞ്ഞത് കടക്കാച്ചൽ ഗണേശ് എന്ന ആന. മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ തളയ്ക്കാനായത് ഏറെ മണിക്കൂറുകൾക്ക് ശേഷം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പാലക്കാട് ജില്ലയിൽ ലഭിച്ചത് 173.18 മില്ലിമീറ്റർ മഴ. ബുധനാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതേസമയം നദികളിലെ ജലവിധാനം ഉയർന്നതോടെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ബുധനാഴ്ച രാവിലെയോടെ പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതേസമയം നദികളിലെ ജലവിധാനം ഉയർന്ന് അട്ടപ്പാടി താലൂക്ക് ഒഴികെ മറ്റെല്ലാ താലൂക്കുകളിലും നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയിലാകെ 39 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ഈ ക്യാമ്പുകളിൽ 601 കുടുംബങ്ങളിലെ 910 പുരുഷന്മാരും 966 സ്ത്രീകളും 354 കുട്ടികളുമടക്കം 2230 പേർ താമസിക്കുന്നുണ്ട്. ജില്ലയിൽ ജൂലൈ മാസം 283 വീടുകൾക്ക് ഭാഗികമായും 24 വീടുകൾക്ക് പൂർണ്ണമായും കാലവർഷക്കെടുതിയിൽ നാശം സംഭവിച്ചു. കനത്ത മഴയെ തുടർന്ന് നെല്ലിയാമ്പതി ചുരം റോഡിൽ ഉടനീളം കല്ലും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൂറ്റൻ കല്ലുകൾ റോഡിൽ പതിച്ചിരിക്കുന്നതിനാൽ അവ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പട്ടാമ്പി പുഴയിൽ ജലവിധാനമുയർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ജില്ലയിലെ ക്വാറി പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശനവും അട്ടപ്പാടി നെല്ലിയാമ്പതി ചുരം റോഡുകളിലൂടെയുള്ള യാത്ര എന്നിവയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ നിന്ന് കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ 9 ഡാമുകളിൽ മംഗലം ഡാം, കാഞ്ഞിരപ്പുഴ ഡാം, പോത്തുണ്ടി ഡാം എന്നിവയിൽ നിന്നും നിയന്ത്രിത അളവിൽ ജലം തുറന്നുവിടുന്നുണ്ട്. ഡാം സുരക്ഷ, ക്യാമ്പ് നടത്തിപ്പ്, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കുന്നത്, തടസ്സപ്പെട്ട ഗതാഗത പുനഃസ്ഥാപനം, വകുപ്പുകളുടെ ഏകോപിച്ച പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങൾ DDMA വിളിച്ചു ചേർത്ത യോഗം ചർച്ച ചെയ്തു. NDRFന്റെ 30 പേരടങ്ങുന്ന സംഘം ചിറ്റൂർ താലൂക്കിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിറ്റൂർ താലൂക്കിൽ വീട് തകർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 75 വയസ്സുള്ള പഴന ബുധനാഴ്ച മരണപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ പട്ടാമ്പി സ്വദേശികളും. വയനാട്ടിലെ ചൂരൽമലയിൽ താമസിക്കുന്ന മുതുതല അണ്ണയൻകോട്ടിൽ 66 വയസ്സുള്ള രാംമോഹൻ, ഭാര്യ 58 വയസ്സുള്ള പ്രേമ എന്നിവരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മേപ്പാടി ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ജില്ലയിൽ 6 താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 96 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3980 പേർ. 1292 കുടുംബങ്ങളിലെ 3980 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ചാലക്കുടി 27, മുകുന്ദപുരം 8, തൃശൂർ 32, തലപ്പള്ളി 21, ചാവക്കാട്, കുന്നംകുളം 7 വീതം എന്നിങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം. തലപ്പള്ളി താലൂക്കിൽ 21 ക്യാമ്പുകളിലായി 994 പേർ താമസിക്കുന്നുണ്ട്. ദുരിതപ്പെയ്ത്തിൽ പട്ടാമ്പി പാലത്തിൻ്റെ കൈവരികൾ ഒലിച്ചുപോയി. പാലമുടൻ തുറക്കില്ല. ജലനിരപ്പ് താഴ്ന്നതിന് ശേഷം വിദഗ്ധമായ പരിശോധന പൂർത്തിയാക്കി മാത്രമേ
പാലം തുറന്നുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയുള്ളൂവെന്ന് സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല. ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ഷൊർണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുറേ ഇരുമ്പും അതിൻ്റെ കുറേ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യം താൽക്കാലികമായിട്ട് തന്നെ തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, തഹസിൽദാർ ബിന്ദു, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശനവേളയിൽ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നഗരസഭാ ശുചീകരണ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടി നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മങ്കര പഞ്ചായത്തിലെ 4-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വാർഡ് തിരിച്ചുപിടിച്ച് UDF സ്ഥാനാർത്ഥി അനിശ്രീ വിജയിച്ചത് 127 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. UDF വിജയം കഴിഞ്ഞ 25 വർഷത്തോളമായുള്ള വാർഡിലെ LDF മേധാവിത്വത്തിന് തിരശ്ശീലയിട്ടു. മങ്കര പഞ്ചായത്ത് 4-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് അട്ടിമറി വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച N. അനിശ്രീ 127 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ സ്വതന്ത്രയായി തിരഞ്ഞെടുക്കപ്പെട്ട CM വസന്തകുമാരിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ പോൾ ചെയ്ത 839 വോട്ടിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച N. അനിശ്രീക്ക് 428 വോട്ടും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VK ശ്രീജയ്ക്ക് 301 വോട്ടും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഉഷയ്ക്ക് 110 വോട്ടുമാണ് ലഭിച്ചത്. കഴിഞ്ഞ 25 വർഷമായി ഇടതുമുന്നണി പ്രതിനിധീകരിക്കുന്ന വാർഡിൽ നടന്ന അട്ടിമറി വിജയം കോൺഗ്രസിന്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിനുള്ള ജനങ്ങളുടെ വിജയമാണെന്നും കഴിഞ്ഞ ജനുവരി മുതൽ വാർഡിൽ പഞ്ചായത്ത് അംഗം ഇല്ലാത്ത സാഹചര്യത്തിലും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസിന് ലഭിച്ച ജനങ്ങളുടെ പിന്തുണ ഭരണമുന്നേറ്റത്തിന് ശക്തി പകരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. 127 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആ വാർഡിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ജനാധിപത്യത്തിനുള്ള അംഗീകാരമാണ്. മാത്രമല്ല, സാമ്പത്തികമായ ഒട്ടനവധി ഞെരുക്കങ്ങൾക്കിടയിലും മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസനം സാധ്യമാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞതിന്റെ ഭാഗമായി തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കഴിഞ്ഞ 20 തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയ വോട്ടിന്റെ ബഹുഭൂരിഭാഗം വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ പരാജയത്തിനു കാരണം വർഗീയ ശക്തികളുടെ ഇടപെടലാണെന്നും BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ 100-ലധികം വോട്ട് കോൺഗ്രസിന് ലഭിച്ചതായും CPI ലോക്കൽ സെക്രട്ടറി MS വേലായുധൻ ആരോപിച്ചു. ഇതില് ഈ 212 വോട്ട് നേടിയ അവർക്ക് ഇന്ന് 110 വോട്ടിലേക്ക് ചുരുങ്ങേണ്ടതായിട്ട് വന്നു. സംഘടനാ രംഗത്ത് LDF മികച്ച രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ തോൽവിയിൽ വർഗീയ ശക്തികളുടെ ഒരു കേന്ദ്രീകരണമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ചൂണ്ടിക്കാണിക്കുക. വിജയിച്ച സ്ഥാനാർത്ഥി N. അനിശ്രീയുമായി കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മധുരപലഹാര വിതരണവും നടന്നു. നിരവധി പ്രവർത്തകർ കനത്ത മഴയിലും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയിരുന്നു. മങ്കര പോലീസ് CI പ്രതാപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും വോട്ടെണ്ണൽ കേന്ദ്രത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി LDF സ്ഥാനാർത്ഥി KB ജയദാസ് വിജയിച്ചത് 217 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കനത്ത മഴയിലും 96% പോളിംഗ് രേഖപ്പെടുത്തിയ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 993 വോട്ടിൽ CPM സ്ഥാനാർത്ഥി KB ജയദാസിന് 584 വോട്ടും UDF സ്ഥാനാർത്ഥി NS വർഗീസിന് 337 വോട്ടും BJP സ്ഥാനാർത്ഥി സുരേന്ദ്രന് 59 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി MN ഭാസ്കറിന് 43 വോട്ടുമാണ് ലഭിച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മുള്ളൂർക്കര പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് വോട്ടെണ്ണൽ നടന്നത്. വിജയിച്ച LDF സ്ഥാനാർത്ഥി KB ജയദാസിനെ പ്രവർത്തകർ ഹാരമണിയിച്ചാണ് സ്വീകരിച്ചത്. തുടർന്ന് സ്ഥാനാർത്ഥിയെയും വഹിച്ച് മുള്ളൂർക്കര ടൗണിൽ വൻ പ്രകടനവും നടത്തി. LDFൽ നിന്ന് വിജയിച്ചു വന്ന കുഞ്ഞു മുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. CPIയിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച MN ഭാസ്കരൻ തെരഞ്ഞെടുപ്പിൽ CPMന് വെല്ലുവിളിയാകുമെന്ന് കരുതിയെങ്കിലും നേട്ടമുണ്ടാക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ തൃശൂർ പുന്നയൂർക്കുളം സ്വദേശിക്ക് 4 ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പുന്നയൂർക്കുളം പരൂർ സ്വദേശി 52 വയസ്സുള്ള ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷയാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത്. ഉത്തരവിൽ പ്രതി മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. പിഴയിൽ 3 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകാനാണ് വിധി. 2023 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. പ്രതി ജമാലുദ്ദീൻ ആൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ പലതവണ വന്ന് പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെട്ടതോടെ രക്ഷിതാക്കൾ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നടത്തി. ആശുപത്രിയിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തത്. ഈ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെയും പ്രതി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. ഈ സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ്, അഭിഭാഷകരായ രഞ്ജിക, KN അശ്വതി എന്നിവർ ഹാജരായി. ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ M ഗീത, വടക്കേക്കാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദു, ബിനീഷ്, രതീഷ് എന്നിവരും പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കൂർക്കഞ്ചേരിയിൽ ആനയിടഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ പാലക്കാട് പുതുനഗരം സ്വദേശി സിയാദിന് പരിക്കേറ്റു. കടക്കാച്ചൽ ഗണേശ് എന്ന ആനയാണ് ഇടഞ്ഞത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് മതപ്പാടുള്ള ആന പാപ്പാനെ ആക്രമിച്ചത്. ആനയെ അഴിച്ച് പട്ട എടുപ്പിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ആനയുടെ തട്ടേറ്റ് വാരിയലിന് പരിക്കേറ്റ പാപ്പാനെ ആദ്യം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം ആനയെ ഉടമയുടെ കൂർക്കാഞ്ചേരി തങ്കമണി കയറ്റത്തെ വീട്ടിലെത്തിച്ചു. പിന്നീട് രാത്രിയിൽ ആനയെ അഴിച്ചുമാറ്റി ലോറിയിൽ കയറ്റാനുള്ള ശ്രമത്തിനിടെയാണ് ആന വീണ്ടും ഇടഞ്ഞത്. ഇടഞ്ഞ ആന തങ്കമണിയിൽ നിന്ന് നടന്ന് കൊക്കാല ജംഗ്ഷൻ വരെ എത്തി. ഇതിനിടെ വഴിയിൽ പലയിടങ്ങളിലും പ്രകോപിതനായി. ഒടുവിൽ രാത്രി ഏറെ വൈകിയാണ് ആനയെ ഉടമയും മറ്റ് പാപ്പാന്മാരും ചേർന്ന് വരുതിയിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മഞ്ഞക്കാട് അയൽവളപ്പിലെ മരം വീണ് തകർന്ന വീട് പി മമ്മിക്കുട്ടി MLA സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് അയൽവാസിയുടെ വീട്ടുവളപ്പിലെ മരം വീണ് ഷൊർണൂർ മഞ്ഞക്കാട് നായാടിക്കുന്ന് രമ്യ നിവാസിൽ രാജേഷ് പോളിന്റെ വീട് തകർന്നത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും MLAക്കൊപ്പമുണ്ടായിരുന്നു. മണ്ണൂർ പഞ്ചായത്തിൽ 100% നികുതി പിരിവ് പൂർത്തീകരിച്ച ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ അനുമോദന യോഗം മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളാണെങ്കിലും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് 100% നികുതി പിരിക്കാനായിട്ട് ആയത്. അപ്പൊ എന്തായാലും നമുക്ക് തുടർന്ന് വരുന്ന വർഷവും, അതായത് നമ്മൾ മാർച്ച് 31 100% ആക്കുക എന്നുള്ളത് അതിന് മുൻപ് തന്നെ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഏപ്രിൽ മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വർഷം നമുക്ക് നേരത്തെ ആക്കണം. എന്തായാലും നമുക്ക് ഈ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോലും നമ്മുടെ സ്റ്റാമ്പുകളിൽ കിട്ടാനായിരുന്നു. ചടങ്ങിൽ 29ഓളം ഉദ്യോഗസ്ഥരെയാണ് ആദരിച്ചത്. തുടർച്ചയായി 5ാം വർഷമാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 100% നികുതി പൂർത്തീകരിച്ചത്. അനുമോദന ചടങ്ങിൽ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഉദ്യോഗസ്ഥർക്ക് ഉപഹാരം സമ്മാനിച്ചു. ചടങ്ങിൽ വെച്ച് മാധ്യമപ്രവർത്തകനായ KP മൊയ്തീൻകുട്ടിയെയും ആദരിച്ചു. സ്റ്റാൻഡിംഗ് MT ചെയർമാൻമാരായ ഉണ്ണികൃഷ്ണൻ, സുമ, പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, റിയാസ്, പഞ്ചായത്ത് സെക്രട്ടറി ജ്യോതി, അസിസ്റ്റന്റ് സെക്രട്ടറി ഷെറീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 3 നടക്കുന്ന കർക്കിടക വാവുബലിക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളാണ് ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ആചാര്യന്മാരായ മണികണ്ഠൻ, ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്നിവർ പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാലത്ത് 3 മണിക്ക് തന്നെ കർമ്മങ്ങൾ ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാതിലക ഹോമവും മഹാസായുജ്യ പൂജയും തദവസരത്തിൽ നടക്കും. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പാർക്കിംഗ് സൗകര്യവും കുളിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാൻ പ്രത്യേകം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഡോക്ടറുടെയും ആംബുലൻസ് സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട്. 5000 പേർക്കുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 10 ആനയോട്ട്, ഇല്ലം നിറ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയും നടക്കും. അന്നേ ദിവസം തന്നെ ഗോദാനവും നടക്കും. ചെറുതുരുത്തിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ മാനേജർ MA രാജു,
ചെയർമാൻ രാമു ചത്തനാത്ത്, ഓഫീസ് മാനേജർ എൻ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 5000 പേർക്കുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആചാര്യന്മാരായിട്ടുള്ള ശ്രീ PR മണികണ്ഠൻ, അതുപോലെ ഡോക്ടർ ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവരാണ് ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാലത്ത് 3 മണിക്ക് ബലികർമ്മങ്ങൾ ആരംഭിക്കും. അതിനു വേണ്ടുന്ന കൗണ്ടർ വ്യവസ്ഥകൾ വരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ കൗണ്ടർ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്. 2 സൈഡിലായിട്ട് ക്ഷേത്രത്തിനകത്തും പുറത്തും രശീതാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മഴയ്ക്ക് നേരിയ ശമനം. കനത്ത മഴയിൽ 2 ദിവസത്തിനിടെ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കോടികളുടെ നാശനഷ്ടം. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലഭിച്ചത് 173.18 മില്ലിമീറ്റർ മഴ. ജില്ലയിൽ 39 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2230 പേർ. തൃശൂർ ജില്ലയിൽ 6 താലൂക്കുകളിൽ തുറന്ന 96 ക്യാമ്പുകളിലേക്ക് 3980 പേരെ മാറ്റി. വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരിൽ പട്ടാമ്പി സ്വദേശികളും. ദുരിതപ്പേത്തിൽ കൈവരികൾ തകർന്ന പട്ടാമ്പി പാലം ഉടൻ തുറക്കില്ല. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. മങ്കരയിൽ UDF, മുള്ളൂർക്കരയിൽ LDF. മങ്കര കൂരാത്തുവാർഡിൽ UDF സ്ഥാനാർത്ഥി അനിശ്രീയുടെ വിജയം 127 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. മുള്ളൂർക്കര 11-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി KB ജയദാസ് വിജയിച്ചത് 217 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിക്ക് 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത് പുന്നയൂർക്കുളം പരൂർ സ്വദേശി 52 വയസ്സുള്ള ജമാലുദ്ദീന്. പ്രതി മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് ഉത്തരവിൽ പ്രത്യേക പരാമർശം. തൃശൂർ കൂർക്കഞ്ചേരിയിൽ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്ക്. ഇടഞ്ഞത് കടക്കാച്ചൽ ഗണേശ് എന്ന ആന. മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ തളയ്ക്കാനായത് ഏറെ മണിക്കൂറുകൾക്ക് ശേഷം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.